ഹായ് സുഹൃത്തുക്കളെ, പ്രോഫിറ്റ് ട്രേഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ട്രേഡർ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇത് ഉപയോഗിച്ചാണ് ഞാൻ ട്രേഡുകളൊക്കെ എടുക്കാറ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ട്രേഡറിന്റെ എഫ്എക്സ് എന്ന് പറഞ്ഞത്, എഫ്എക്സ് എന്ന് പറഞ്ഞാൽ ഫോറക്സിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ഫോറക്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഫോറക്സ് ട്രേഡർ എഫ്എക്സ്. അപ്പൊ ഇതിനകത്ത് ഈ കാണുന്നത് നമ്മുടെ ഫോറക്സ് ട്രേഡിന്റെ ഗോൾഡിന്റെ ചാർട്ടാണ്. ഇപ്പൊ ഗോൾഡ് എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഇപ്പം മാർജിനും ഒക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് മാർജിൻ വേണം ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നത്തിന്റെ പേര് ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പതുക്കനെ പുറകോട്ട് വരികയാണ്. അപ്പൊ അവരെല്ലാം ഇപ്പൊ ഫോറക്സ് ട്രേഡിങ്ങിലേക്കാണ് പോകുന്നത്. ഫോറക്സ് ട്രേഡിങ് നമുക്ക് ചെയ്യുന്നതിന് നല്ല ലിവറേജും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് ആൾക്കാർ തിരിയാനുള്ള കാരണം. അപ്പം നമുക്ക് ഈ ഫോറക്സ് ട്രേഡിങ് എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് ചെയ്യുന്ന നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പുതുതായിട്ടെന്നല്ല, ഒരുപാട് കാലം കൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അതുപോലെ SMC കൺസെപ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരച്ച് ഒരുപാട് ഇപ്പോൾ വരയ്ക്കുക, ഇപ്പോൾ സോണുകൾ വരയ്ക്കണം, അതുപോലെ ലൈൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണുകളുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇടുന്ന ചെയ്യുന്നതിൻ്റെ ടെൻഷൻ നമുക്ക് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു താളപ്പിഴകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോസിലേക്ക് പോകുന്നതായി കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ട് നമ്മുടെ ഫണ്ട് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങാനും എല്ലാം ഇപ്പം പഠിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് തട്ടി വീഴുക. അപ്പം പഠിപ്പിക്കുന്ന ആൾക്കാരെ തട്ടി നമ്മൾ വീഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ എത്താൻ സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം, നമ്മൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോവുക, കൃത്യമായ ലോട്ട് സൈസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ കൃത്യമായ മണി മാനേജ്മെൻറ്റ്, അതുപോലെ മൈൻഡ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രേഡർ ആകാൻ സാധിക്കൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു 100% സക്സസ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനം മൈൻഡും നമ്മളുടെ മണി മാനേജ്മെൻറ്റ്, ഇത് രണ്ടും തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് ശേഷമേ നമുക്ക് സോഫ്റ്റ്വെയർ ആയാലും അതുപോലെ സ്ട്രാറ്റജികൾക്കും ഒക്കെ അതിന് ശേഷമുള്ള സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവണമെങ്കിൽ എന്താണ്, നമ്മൾ പ്രോപ്പറായ ഒരു വേയിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് പോകണം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കും, ഉറപ്പായിട്ടും പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് നമുക്ക് ഈ എൻട്രികളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുമ്പോൾ മാർക്കറ്റിൻ്റെ വോളറ്റൈൽ എത്രത്തോളമാണ്, ബയേഴ്സ് എത്ര ഉണ്ട്, സെല്ലേഴ്സ് എത്ര ഉണ്ടെന്ന് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് അല്ല, സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായ എൻട്രിയും അതുപോലെ എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എല്ലാം കൃത്യമായിട്ട് നമുക്കിത് കാണിച്ചു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അങ്ങ് ട്രേഡ് എടുത്താലും മതി. അപ്പോൾ അതനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 to 80% നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന സക്സസ് റേറ്റ് ആണ്. ഇപ്പോൾ 70 to 80 അല്ല, ഒരു 90% നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് അതൊന്നും വേണ്ട, നമുക്കൊരു 70 to 80% സക്സസ് റേറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് നോക്കി, ഇവിടാണ് ഈ ഒരു സെൽ എൻട്രി ആണ് ഈ കാണുന്നത്, ഈ ഒരു യെല്ലോ കളറുള്ള ആറ്, ഇതാണ് സെൽ എൻട്രി. ഇപ്പോൾ ഈ ഒരു സെൽ എൻട്രി വരുന്ന ടൈമിൽ നമുക്ക് കണ്ടില്ലേ, അടിയിൽ ട്രെൻഡ് കൺഫർമേഷന് വേണ്ടിയാണ് 3 ട്രെൻഡ് ബാറുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ ഒരു സെൽ എൻട്രി വരുന്ന ടൈമിൽ നോക്കുക, നമുക്ക് ഇവിടെ 3 ട്രെൻഡുകളും കൺഫേം ആണ്. അപ്പോൾ 3 ട്രെൻഡുകളും കൺഫേം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻട്രി ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്, സെക്കൻഡ് ടാർഗറ്റ് ഉണ്ട്, 3 ടാർഗറ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ 3 ടാർഗറ്റ് നമുക്ക് ഇവിടെ കണ്ടില്ല, ഇവിടെ അടിയിലുണ്ട് 3 ടാർഗറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതിയ പോയിന്റ് കണ്ടത്, സെൽ എൻട്രി, ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3, സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ആണ്. കാരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രെൻഡ് സ്കാനർ ഉണ്ട്. ഇപ്പോൾ ഓരോ ടൈം ഫ്രെയിമിൽ ഇത് ഏത് ട്രെൻഡ്, ഇത് ഇപ്പോൾ 1 മിനിറ്റിൽ ഡൗൺ ട്രെൻഡ് ആണ്, 5 മിനിറ്റിൽ ഡൗൺ ട്രെൻഡ് ആണ്, 15 മിനിറ്റിൽ അപ്പ് ട്രെൻഡ് ആണ്, 30 മിനിറ്റിലും
നമുക്ക് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ ടൈം ഫ്രെയിമിൽ എന്താണ് ഇവിടുത്തെ ട്രെൻഡ് എന്ന് വളരെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് പറഞ്ഞു. അതുപോലെ ഇവിടെ നമുക്ക് കണ്ടില്ല, ഇപ്പോൾ കറൻസി ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി കറൻസിയുടെ ട്രെൻഡ്, ഇപ്പോൾ USD എത്രയാണ്, ഡോളർ എങ്ങനെയുണ്ട്, യൂറോ എങ്ങനെയുണ്ട്, GBP എങ്ങനെയുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ സ്ട്രെങ്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റിൻ്റെ ഓവറാൾ ട്രെൻഡ് എന്താണ്, അതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ട്രേഡിംഗ് പ്ലാൻസുകൾ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ട്രേഡ് എടുക്കും. ഇപ്പോൾ എപ്പോഴും ഫോറക്സ് ട്രേഡിനകത്തൊക്കെ അറിയാം, ഇപ്പോൾ മൈക്രോ ലോട്ട്സ് ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യും, വലിയ ഫണ്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും നിങ്ങൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു എൻട്രി വന്നു, എൻട്രി വരുമ്പോൾ തന്നെ നമ്മൾ നോക്കുക, നമ്മുടെ ട്രെൻഡ് കൺഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു മിനിമം ഒരു 4 ലോട്ട് നമ്മൾ ട്രേഡ് എടുക്കണം, 4 മൈക്രോ ലോട്ട്സ് നിങ്ങൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളൊരു 2 മൈക്രോ ലോട്ട്സ് ഒരുമിച്ച് എടുക്കുക, 0.02 നിങ്ങൾ ഒരുമിച്ച് ബൈ ചെയ്യുക. സോറി, സെല്ലാണെങ്കിൽ സെല്ല്, ബൈ ആണെങ്കിൽ ബൈ. ഇപ്പോൾ ഇവിടെ സെല്ലല്ലേ, ഇപ്പോൾ നമ്മൾ സെല്ല് ഒരു 0.02 നമ്മൾ ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം പിന്നെ അടുത്ത ഒരു 0.01 ചെയ്യുക, വീണ്ടും ഒരു 0.01. അപ്പം അങ്ങനെ നമ്മൾ 4 മൈക്രോ ലോട്ടുകളാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു 0.02 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത ഒരെണ്ണം ഉണ്ട്, നമ്മുടെ മൂന്നാമത് ഒരെണ്ണം ഉള്ളത് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പം സെക്കൻഡ് പ്ലേസ് ചെയ്യും. അപ്പം നമ്മൾ നാലാമത്തത് നമ്മൾ അത് ടാർഗറ്റ് ഒന്നും സെറ്റ് ചെയ്യേണ്ട, നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് നാലാമത് സെറ്റ് തേർഡ് ടാർഗറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളത് എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്ത് ഇവിടെ ഫസ്റ്റ് ബുക്ക് ചെയ്ത്, അപ്പം നമുക്ക് ഏകദേശം 2 എണ്ണം കൊടുത്തപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു പ്രോഫിറ്റായി. പിന്നുള്ള അടുത്ത ലോട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ഏരിയയാണ്. സ്റ്റോപ്പ് ലോസ് കണ്ട് ഇതൊരു ട്രെയിൻ സ്റ്റോപ്പ് ലോസ്. ഇപ്പം നേരത്തെ സ്റ്റോപ്പ് ലോസ് കണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിലായിരുന്നു നിന്നത്. ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ എത്തിയത്. ഇപ്പം മാർക്കറ്റ് താഴേക്ക് വരുന്നതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് താഴേക്ക് വരും. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു 2 എണ്ണത്തിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം വീണ്ടും നമുക്ക് കണ്ട് സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ മൂന്നാമത്തെ ലോട്ട് ഇവിടെ ഹിറ്റായി. അപ്പോൾ നമ്മുടെ ബാലൻസ് ഒരെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് എവിടെ വരെ പോകുന്നു അവിടെ വരെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക. ഏകദേശം ഒരു സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൻ്റെ നാലാമത്തെ ലോട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം നമ്മൾ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ കൊണ്ട് വെച്ചിരിക്കണം. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പോസിറ്റ് വന്നാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ബൈ എൻട്രി ആയാലും അതുപോലെ തന്നെ ഇവിടെ ബൈ എൻട്രി വന്നിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ബൈ എൻട്രി വന്നു, ഇവിടെ ട്രെൻഡുകളെല്ലാം കൺഫേം ആണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം ഇവിടെ എത്തിക്കാണ്. ഇവിടെ വെച്ച് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി കാണും. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ ഹിറ്റായി കാണും. നമുക്ക് മൂന്നാമത്തെ ടാർഗറ്റ് നമുക്ക് ഇവിടെ ഹിറ്റാകാൻ സാധ്യതയില്ല, മൂന്നാമത്തെ ടാർഗറ്റിലേക്ക് പോകാൻ സാധ്യത കാണുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമ്മൾ ഇവിടെ മാറുമ്പോൾ നമ്മൾ എന്ത് അന്നേരം നമ്മൾ ലോസിലൊന്നുമല്ല മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത് ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ SL കിടപ്പുകൊണ്ട് നമ്മൾ അവിടെ മാറും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൽ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ അപ്പോഴും നമുക്ക് നല്ലൊരു പ്രോഫിറ്റിനകത്ത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഈ ഫോറക്സ് മാർക്കറ്റിൽ മാത്രമല്ല എല്ലാ മാർക്കറ്റിലും നമുക്ക് വളരെ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലായാലും ഇപ്പോൾ ഇത് കണ്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രോഫിറ്റ് ട്രേഡർ എന്ന് പറഞ്ഞുള്ള ചാർട്ടാണ്. മറ്റേ പ്രോഫിറ്റ് ട്രേഡർ FX ആണ്. ഇത് പ്രോഫിറ്റ് ട്രേഡർ 1. ഇതിപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി അതുപോലെ സ്റ്റോക്കുകൾ അതുപോലെ നിഫ്റ്റി അതുപോലെ സെൻസെക്സ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വെർഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടില്ലേ, ഇതിനകത്ത് ട്രേഡ് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് അതുപോലെ ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. എല്ലാ ട്രേഡുകളും ഇവിടെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനും പേഴ്സണലി ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് ഞാനും ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്ത് നമുക്ക് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും വലിയ കോടീശ്വരന്മാരൊന്നും നമുക്കാകണ്ട. നമുക്ക് നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അതല്ലേ ഫസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പൈസകൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ള വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്ന് എടുക്കാൻ നോക്കുക. അതിനുശേഷം നമുക്ക് ഗ്രാജുവലി നമുക്കിത് നമ്മുടെ ലോട്ട് സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് വലിയ പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഗോൾഡ് ട്രേഡിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഇപ്പം FX ട്രേഡിംഗ് ആണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഫോറക്സ് മാർക്കറ്റിലാണ്. അതുപോലെ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 23 hours ഉള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് ഡെയിലി. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും നല്ലൊരു മൂവ്മെന്റ് ഉള്ള ഒരു ഈവനിങ് സെക്ഷനൊക്കെയാണ്. അപ്പോൾ ഗോൾഡിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ കറൻസികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു നല്ല മൂവ്മെന്റ്സ് കിട്ടുന്ന ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക്
ആ ഒരു സമയത്ത് ട്രേഡ് ചെയ്ത 100% നമുക്ക് പ്രോഫിറ്റോട് തന്നെ കറൻസിയിലൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയി പോകും ആ ഒരു വീഡിയോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒക്കെ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, അതുപോലെ ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ സാധിക്കും. നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ കണ്ട് മനസ്സിലാക്കിയത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി സുഹൃത്തുക്കളെ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ ബൈ.